അപ്പൊ ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ്. അപ്പൊ യാത്ര പോകാൻ വേണ്ടിയിട്ടുള്ള അപ്പൊ ഡ്രസ്സൊക്കെ ഞാൻ എടുത്ത് നല്ല 2 ദിവസം മുമ്പേ ഞാൻ എടുത്തു വെച്ചതാണ്. എന്നൊക്കെ പറയാം. നിങ്ങൾ ടൂറാണെന്ന് വിചാരിക്കരുത്. നമ്മളൊരു ക്ഷേത്ര ദർശനത്തിന് തന്നെ പോണത്. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമോ അല്ലെങ്കിൽ ഭഗവാൻ പറയുന്ന സമയത്ത് അവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ എന്നൊരു നിയോഗം ഉണ്ടാവും. ഏത് ക്ഷേത്രത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് തിരുപ്പതിക്ക് പോവാണ്. അപ്പോൾ തിരുപ്പതിക്ക് പോകാനുള്ള എല്ലാ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചേക്കാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ പെട്ടി അടച്ചിട്ട് ഇത്രയും പെട്ടി ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പാലും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും കാര്യങ്ങളൊക്കെ വേണം. പാലും കൂടെ ഉള്ളത് കൊണ്ട് ഡയപ്പറൊന്നും ഇപ്പോൾ അവിടെ ഇടിക്കാറില്ല. യാത്ര ചെയ്യുമ്പോഴും രാത്രി ഉറങ്ങുമ്പോഴും മാത്രമേ ഇടിക്കാറുള്ളൂ. അങ്ങനെ പാലിൻ്റെ സ്നാക്സുകൾ അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ, പിന്നെ നമ്മുടെ ഡ്രസ്സുകൾ, അങ്ങനെ നമ്മൾ പിന്നെ ഇവിടെ നിന്നും തിരുപ്പതി പോകാൻ്റെ പിന്നെ പൈസ ഇടുമായിരുന്നു. അതിൻ്റെ പൈസ അങ്ങനെ കുറച്ച് സാധനങ്ങൾക്ക് വലിയ പെട്ടി തന്നെ എഴുതാം. അപ്പോൾ ചെറിയ പെട്ടി ഇതിൻ്റെ ഇടത്തരം പെട്ടി ഉണ്ടായിരുന്നു. അത് ആര്യയ്ക്ക് അന്ന് കൊടുത്തു വിട്ടായിരുന്നു. അപ്പം വലിയ പെട്ടി തന്നെ എടുത്തു. ട്രെയിനാണ് പോണത്. അപ്പൊ ട്രെയിനിൽ പിന്നെ പാലുവിന്റെ ഫോണാണെന്നാണ് പാലു പറയണത്. എന്റെ ബാഗിലെ പറ്റി കിടന്ന ഇപ്പൊ പാലുവിന് നമ്മള് പിന്നെ പാല് കലക്കാനുള്ള നാന്, മെഡിസിൻസ്, ഇത് ഒരു ബാഗ്. ആ പെട്ടി പിന്നെ തുറക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് പിന്നെ നമ്മുടെ ഒരു കസിനായിട്ടുള്ള സുഷ്മിയുണ്ട്. സുഷ്മിയുടെ കുട്ടികളും സുഷ്മിയുടെ ചേച്ചി ഞാനും ചേട്ടനും പാലും കൂടെയാണ് പോണത്. ആര്യയ്ക്ക് വന്നില്ല എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അത് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ചു. ഇനി ഞങ്ങൾക്ക് 7 മണിക്കാണ് ദർശനത്തിനുള്ള ഒരു സാധനങ്ങൾ കെട്ടി വെച്ചാണ്. അപ്പൊ ഇതെനിക്ക് എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ നേരെ പോകുമ്പോ ഒരു ഹോസ്പിറ്റൽ കാണും. അതിൽ ഇത് ഒരു ആദ്യം ഇവിടെ ഡൈപ്പർ ഇവിടെ എന്താ ഡൈപ്പർ ഉണ്ടോ അതില് പാലിന്റെ പാപ്പല്ലേ ഇത് ഡിജിജോയിന്റെ ഭയങ്കര ഹെൽത്തി ആയിരിക്കും. ഇതാ ശരി. ഇത് എന്റെ ഫോൺ കണ്ടോ, ഇതെന്റെ അമ്മ മേടിച്ചതാ. ഇതില് എത്ര മണിക്കാ ട്രെയിൻ വേണത്? 4 മണിക്കാണ്. 4 മണിക്കാണോ? 4 മണി. ഇതേ 4 മണിയാണോ? ഓ 7:10 പറഞ്ഞ്. 7:10. നമ്മളെങ്ങോട്ടാ പോകുന്നേ? 7:10. നമ്മളെവിടേക്കാ പോണത്? പറഞ്ഞ സ്ഥലത്തിന്റെ പേര് പറഞ്ഞേ. കട്ടിയാണോ? ഒരാള് വിളിക്കുന്നുണ്ട്. ആരാ? എവിടേക്കാ പോണേ? എവിടെ നമ്മളെവിടേക്കാ പോണേന്ന് പറ. ഹലോ, എന്താ? ഹോസ്പിറ്റലിൽ പോവാനോ? ശരി. എവിടേക്കാ പോണേ നമ്മള്? തിരുപ്പതി പറഞ്ഞേ. തിരുപ്പതി. ഈ പോക്ക് എല്ലാവർക്കും അപ്പൊ നമ്മള് ഒരു യാത്ര പോവാണ്. തിരുപ്പതി പോവാനെ കാണാൻ പേനുണ്ട്. അവൻ നിങ്ങളെ ട്രെയിനിൽ പോകുമ്പോ വീഡിയോ കോൾ ഇരിക്കും. പക്ഷെ എല്ലാരും ഇവിടെ നിന്നാ ഞാൻ വഴക്കുണ്ടാക്കില്ല. എന്തെങ്കിലും ഒരു കോട്ടിടുന്ന സമയത്തില്ല അവര് പേന പേന നീ
പറ്റുമോന്ന് ചോദിക്കും. അല്ലപ്പോ പേന എല്ലാരും ചിരിക്കും. അവൻ പാലു ഫാമിലിയിലേക്ക് സ്വാഗതമൊക്കെ അവൾ പറഞ്ഞു. അപ്പം ഞങ്ങൾ കുറേ നാളത്തെ ഒരാഗ്രഹമായിരുന്നു തിരുപ്പതി പോകണമെന്ന്. പക്ഷെ നമ്മുടെ എന്താ പറയുക, ഓരോ കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റില്ല. എന്തായാലും അവിടെയൊക്കെ പോകണമെങ്കിൽ ഒരു ഭഗവാന്റെ വിളി തന്നെ വേണം. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ കസിനായിട്ടുള്ള സുസ്മി, ഞാനും പിള്ളേരും ചേട്ടനും പാലും സുസ്മിയുടെ ഒരു ചേച്ചിയും കൂടെ ഞങ്ങൾ ട്രെയിനിൽ തിരുപ്പതിക്ക് പോവാണ്. ഇന്ന് വൈകുന്നേരം 7:10 സൗത്തിൽ നിന്നാണ് ട്രെയിൻ. നാളെ രാവിലെ നമ്മളവിടെ എത്തുമ്പോൾ അവിടെ ഒരു വാദ്യരെ വിളിച്ചിട്ട് നമുക്ക് തൊഴാനുള്ള കാര്യങ്ങളും റൂമും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരെയും കൂടെ അവരെയും കൂടെ കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് വരാൻ പറ്റണില്ല. അവർക്ക് ഇനിയും സമയമുണ്ടല്ലോ, അവർ പോയിട്ട് വരും. അപ്പോൾ ആര്യ ഇല്ലാത്തൊരു വിഷമം എനിക്കുണ്ട്. അവളെ കൊണ്ടുപോകണമെന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ നിങ്ങളോർക്കും ഇവർക്ക് എപ്പോഴും ക്ഷേത്രങ്ങളിൽ പോകണ എല്ലാ വീഡിയോയിലും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ചേട്ടൻ എപ്പോഴും ദൂരെ ജോലിക്ക് പോകണം. നമ്മുടേതായ ഒരു കാര്യങ്ങൾ ചെയ്യാനോ എടുക്കാനോ പറ്റില്ല. കൂടി വന്നാൽ ഒരു 3, 4, 5 ദിവസം നിൽക്കും. അത് കഴിഞ്ഞ് ഒരു മാർച്ച് ക്ലോസിംഗ് ആണ്, 10, 15 ദിവസം വീട്ടിലുണ്ടാവും. അപ്പോൾ നമുക്കൊന്നും പോകാനുള്ള ഇതില്ലെന്ന് പറഞ്ഞാൽ അവർ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ പിന്നെ ഞാൻ ഒരിടത്തും പോകാൻ വാശിയോ, എനിക്കങ്ങനെ ഈ ടൂറ് പോകാനൊന്നും ഇഷ്ടമില്ലാത്ത ആളാണ് ഞാൻ. കൂടുതൽ ഈ ക്ഷേത്രങ്ങളിൽ പോകാനാണ് എനിക്ക് സന്തോഷം. അപ്പോൾ ഇത്തവണ ചേട്ടന് വർക്ക് ആയിട്ടില്ല, ഇനിയിപ്പം വർക്ക് തുടങ്ങാൻ പോണേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നിൽ നമ്മൾ ഈ പലുവിനും കുറേ വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു. പലുവിന് 3 വയസ്സിനൊക്കെ മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ഇപ്പോഴാണ് ചെയ്ത് തീർത്തത്. അതാണ് കുറേ ക്ഷേത്രങ്ങളിൽ പോകുന്നത് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ യാത്രയിൽ തിരുപ്പതി ഭഗവാന്റെ അവിടെ ചെന്നിട്ട് അമ്പലവും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പോകണം എന്ന് ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളവിടെയൊക്കെ കാണിച്ചു തന്ന് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ ഇവിടെ ഉണ്ടാവട്ടെ. ഞങ്ങൾ സുഖമായി യാത്ര ചെയ്ത് പോയി തിരിച്ചു വരട്ടെ. അപ്പോൾ നമ്മളിനി ഇറങ്ങുകയാണ്. ഇവിടുന്ന് ഊബർ വിളിച്ചിട്ടാണ് പോണത്. അപ്പോൾ അവരവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ഞങ്ങൾ വണ്ടി വന്നിട്ടുണ്ട്, താഴെ ഊബർ വന്നിട്ടുണ്ട്, ഞങ്ങൾ പോവാണ്. ശരി, ബൈ. അവിടെ വന്നിട്ടുണ്ട്. ശരി എന്ന് പറ, പോയിട്ട് വരാം. ശരി, പോയിട്ട് പോയിട്ട് അവിടെ വെച്ച് ട്രെയിനിൽ വെച്ച് കാണാന്ന് പറയാം. ചേച്ചിയും വാവ ചേച്ചിയൊക്കെ. പാലുവിനെ ഫോൺ കട്ട് ചെയ്യാൻ ഇഷ്ടമല്ല, അതാണ് വീഡിയോ എടുക്കണത്. കട്ട് ചെയ്യാൻ ഇഷ്ടമില്ല. എന്നാലും ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ. പാലുവിനൊക്കെ എടുത്തോണ്ട് നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിലാണ് വന്നേന്നൊക്കെ അവിടെ ചെന്നാലേ അറിയുള്ളൂ. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാവും. പെട്ടി ലഗേജൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ശരി ശരി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഊബർ കാറ് തിരിക്കാൻ അദ്ദേഹം പോയ കാരണം അവിടെ അദ്ദേഹത്തെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ പാലു അവിടെ നിന്നിട്ടുള്ള പാലിൻ്റെ സ്ഥിരം പരിപാടികൾ അങ്ങോട്ടോടണം ഇങ്ങോട്ടോടണം, അവളാണ് എല്ലാം നിയന്ത്രിക്കണമെന്നുള്ള ഭാവത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളുടെ ഒരു ബാഗ്, ഇത്രയും പെട്ടിയും ബാഗും ഉണ്ട്, അതിൻ്റെ കൂടെ അവളുടെ ഒരു ബാഗും എടുത്ത് കഴിച്ചാൽ അതിനകത്ത് കുറേ ബുക്കുകളും ഒരു പേനയോ പെൻസിലോ ഒക്കെ എടുത്ത് വെച്ചിട്ട് അവളുടെ കണ്ണാടി അങ്ങനെയുള്ള സാധനമൊക്കെ എടുത്ത്. അപ്പോൾ ഞാൻ കൊണ്ടുപോകണത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ചിരിക്കുന്നു. എന്നിട്ട് ആ ബാഗും എടുത്ത് പിടിച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് തന്നെ പിടിപ്പിക്കും. കുറച്ച് നേരം തുളയെ എടുത്ത് വെച്ച് കഴിയുമ്പോൾ പുള്ളിക്കാരിക്ക് അതിനോട് മടുപ്പ് വരും. അപ്പോൾ പുള്ളിക്കാരി അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ പാലു ഇങ്ങനെ ട്രെയിൻ പോണതൊക്കെ നോക്കിയിട്ട് നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ നേരത്തെ വന്ന് നിന്നു. അവരവിടെ നിന്ന് പോന്നിട്ട് അവരെന്തോ ചായ കുടിക്കാനോ മറ്റോ കയറിയാണ്, അവരെത്തിയിട്ടില്ല. അപ്പം ഞങ്ങൾ കറക്റ്റ് ആ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ സുസ്മിയും കുട്ടികളും ചേച്ചിയൊക്കെ എത്തി. അപ്പോൾ പാലു ബദ്ദുവിനെ കണ്ടപ്പോൾ ബദ്ദുവിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ ട്രെയിൻ വരാറായി. അപ്പോൾ ഈ സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ല, തിരക്കില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ സെക്കൻഡ് AC ആണ്. അപ്പോൾ അതിൻ്റെ കമ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പോൾ ബദ്ദു പാലുവിനെ എടുത്തുകൊണ്ട് കയറിയതുകൊണ്ട് എനിക്ക് പകുതി സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും ട്രെയിനിലേക്ക് കയറാൻ പോവാണ്. ഇനിയിപ്പോൾ വലിയ നമ്മൾ പറഞ്ഞ പോലെ ഓടി നടന്ന അങ്ങനെ വലിയ കഷ്ടപ്പെടേണ്ടിയൊന്നും വന്നില്ല. ഇവിടുന്ന് തന്നെ തുടങ്ങണത് കൊണ്ട്, സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് കയറി നേരത്തെ ഇരിക്കാനും ഒക്കെ പറ്റി. പിന്നെ നമ്മളകത്ത് കയറി ഇനി നമ്മുടെ സീറ്റുകൾ നോക്കുകയാണ് ഏതാണെന്നൊക്കെ ഉള്ളത്. അവിടുന്ന് അത് കണ്ടുപിടിക്കാനുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ നമ്മൾ സീറ്റൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ ഒരേ ക്യാബിനിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ സീറ്റ്
അടുത്തടുത്ത ആണ്, ഒരു സീറ്റ് മാത്രം ഒരു ഇതിൻ്റെ അപ്പുറത്തായിട്ടും വന്നിട്ടുള്ളൂ. ബാക്കി 5 സീറ്റുകൾ ഒരേ സ്ഥലത്ത് തന്നെ കിട്ടി. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറിയിരുന്നു. അപ്പോൾ സുസ്മി ഞങ്ങൾ അവിടെ ഒരാളെ വിളിച്ച് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ വിളിക്കുകയാണ്. നമ്മളിവിടുന്ന് ട്രെയിനിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി ഇരുന്നിട്ട് അപ്പോൾ ചേട്ടൻ വീഡിയോ എടുക്കുകയാണ്. അപ്പം എല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ്. ഇനി കിടക്കാറൊക്കെ ആകുമ്പോൾ അവനവൻ്റെ സീറ്റുകളിലേക്കൊക്കെ പോയാൽ മതിയല്ലോ. അപ്പം സുസ്മി അയാളെ വിളിച്ച് നമ്മളിവിടുന്ന് അദ്ദേഹത്തെ വിളിച്ച് ഞങ്ങൾ ഇവിടുന്ന് കയറി 7:10 അവിടെ എത്തും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമുക്ക് സമാധാനം ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം അവിടെ എല്ലാം അവിടെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവർ പിക്ക് ചെയ്ത് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ല. അവിടെ ചെന്നിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് അങ്ങനെയുള്ള സമാധാനക്കേടൊന്നുമില്ല. അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് കുറേ തമാശകളൊക്കെ പറയണം. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചിരിക്കുകയാണ്, ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ എല്ലാവരും ഉണർന്നുറങ്ങിയത് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പം എല്ലാവരും ഗുഡ് മോർണിംഗ് ഒക്കെ പറയുകയാണ്. എല്ലാവരും രാവിലെ ഉണർന്ന് ഇനിയിപ്പോൾ ഒരു 10-20-25 മിനിറ്റ് കൊണ്ട് നമ്മൾ തിരുപ്പതിയിലെത്തും. രാത്രിയിലൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ പാലുവിനോടൊരു ഗുഡ് മോർണിംഗ് പറയുമ്പോഴുള്ള പാലുവിൻ്റെ ഇങ്ങോട്ട് നോക്കാതിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പാലു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ ഇനി ഏതാണ്ട് ഒരു 10-20 മിനിറ്റേ ഉള്ളൂ. ഇത് സുസ്മിയുടെ ചേച്ചിയാണ്. അപ്പോൾ സുസ്മി ഗുഡ് മോർണിംഗ് ഒക്കെ പറയണതാണ്. അപ്പം വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ നല്ല സമാധാനം ഉണ്ടായിരുന്നു. പാലു ഉറങ്ങിയത് തന്നെ ഒത്തിരി വൈകിയാണ്. അപ്പം ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബദ്ദുവിൻ്റെ മടിയിൽ കയറി ഇരിക്കുകയാണ്. അപ്പം എത്താറായി എന്ന് വെച്ചാൽ നമ്മൾ ലഗേജൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഇറങ്ങാമല്ലോ. അവിടെ അധികം നേരം ഉണ്ടാവില്ല, ഒരു 5 മിനിറ്റൊക്കെ അവിടെ സ്റ്റേഷനിൽ നിർത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരുപ്പതിയിലെത്തി. സാധനങ്ങളൊക്കെ ഇറക്കുകയാണ്. എനിക്കിങ്ങനെ കാലിൽ ചെറിയ വേദനയുള്ളതാണ്. എനിക്ക് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിന് വീതിയില്ലല്ലോ, അത് കാരണമാണ് ഞാൻ പാലുമായിട്ട് അങ്ങനെ ട്രെയിനിന് അധികം പോവാത്തത്. ഇറങ്ങണം കയറണം ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മളെ കാത്തവർ പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ഒരു ടെമ്പോ ട്രാവലർ, അത്രയും വലിയ വണ്ടി വേണ്ടായിരുന്നു, ഞങ്ങൾ 6 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം വന്ന് നിൽപ്പുണ്ട്, നമ്മൾ പറഞ്ഞേൽപ്പിച്ച ആളുകൾ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടില്ല, അവരവിടെ നിൽക്കണോണ്ട് കറക്റ്റായിട്ട് നമുക്ക് അവിടെ ചെല്ലാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നേരെ ടോക്കൺ എടുക്കാനായിട്ടാണ് അവർ കൊണ്ടുപോയത്. അപ്പോൾ ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ദർശനത്തിനുള്ള ടോക്കൺ എടുക്കാനുള്ള ക്യൂ ആണത്. അങ്ങനെ ഞങ്ങൾ ടോക്കണൊക്കെ എടുത്ത് നമ്മൾക്ക് താമസം അറേഞ്ച് ചെയ്തേക്കണത് ഇവിടെയാണ്. ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന ഒരു വീട് പോലെ തന്നെ 2 ബെഡ്റൂം, ഒരു കയറി വരുമ്പോൾ ഇതൊരു ഹാള്, പിന്നെ ഒരു ഹാളും കൂടെ ഉണ്ട്. അപ്പം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. എല്ലാം കൊണ്ടും നമുക്ക് നല്ലൊരു നീറ്റായിട്ടുള്ള പ്രദേശമാണ്. അപ്പം നമ്മൾ അവിടുന്ന് ഇനിയിപ്പോൾ നമ്മൾ ടോക്കണൊക്കെ എടുത്ത് കാളഹസ്തി അമ്പലത്തിൽ പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇനി കാണാം. ഇങ്ങനെ ഞങ്ങൾ ഫ്രഷായി പുറത്ത് പോയി ഭക്ഷണമൊക്കെ വെച്ച് വന്ന് ഫ്രഷായി കാളഹസ്തി അമ്പലത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് അവിടെ പത്മാവതി ടെമ്പിളിലും പോകുന്നുണ്ട്. എന്നിട്ട് നാളത്തേക്കാണ് നമുക്ക് തിരുപ്പതി ദർശനം കിട്ടിയേക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ റൂമിൽ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഈ 2 ക്ഷേത്രങ്ങളിലേക്കും പോവുകയാണ്, പത്മാവതി ടെമ്പിളിലും കാളഹസ്തിയിലും. അപ്പോൾ അവിടെയൊന്നും നമുക്ക് വീഡിയോയോ ഫോട്ടോയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അവിടെയൊക്കെ ഭയങ്കര സുരക്ഷാ പ്രശ്നങ്ങളാണ്. പിന്നെ നമ്മൾ പിറ്റേ ദിവസം തിരുപ്പതിയിലേക്ക് വന്നു. അവിടെ നമുക്ക് 9 മണി 8:30 ആയപ്പോൾ നമ്മൾ അവിടെ എത്തി. ചേട്ടൻ രാത്രി തന്നെ ദർശനം നടത്തിയായിരുന്നു. അപ്പോൾ നമ്മൾ തിരുപ്പതിയിൽ തൊഴാൻ വന്നേക്കുന്ന സമയത്ത് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയ ആൾ പുറത്ത് നിന്ന് എടുത്തു തന്ന ഫോട്ടോസാണ്. നമ്മുടെ ഫോണൊക്കെ അവിടെ വണ്ടിയിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ ഞങ്ങൾ സുസ്മി തലമൊട്ടയടിച്ചു, ഞാൻ എൻ്റെ മുടി വെട്ടി കുറച്ച് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾ 2 കൂട്ടം 2 കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. അവർ സെക്കൻഡ് AC, എനിക്ക് തേർഡ് AC ആണ് കിട്ടിയത്. അപ്പോൾ അതിനകത്തൊരു പാലക്കാടുള്ള അമ്മയുണ്ടായിരുന്നു. അപ്പോൾ അവരെ പരിചയപ്പെട്ട് വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ പാലു അവിടെ കിടന്ന് ട്രെയിനിൽ മേലെ അമ്മ ഇതാണ് അമ്മൂമ്മയാണ്. അച്ഛ മാറി നിൽക്ക്.
ചായ 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 चाय भाई पियो कोल्ड पियो एक कोल्ड पियो टेटे पियो भेजे पियो भाई कोल्ड पानी बेगो അങ്ങനെ ഞങ്ങൾ തിരുപ്പതിയിലൊക്കെ പോയിട്ട് സുഖമായിട്ട് തിരിച്ചെത്തി. യാത്രയൊക്കെ സുഖമായിരുന്നു, എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. നല്ല അടുത്ത് തൊഴാനൊക്കെ പറ്റി. നമ്മളവിടെ ഒരാളെ അറേഞ്ച് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അവർ നമ്മളെ എല്ലായിടത്തും കൊണ്ടുപോയി തൊഴിയിച്ചു. ഞങ്ങൾ അവിടെ കാളഹസ്തിയിൽ പോയി, പത്മാവതി ടെമ്പിൾ അവിടെ പോയി. അങ്ങനെ തിരുപ്പതിയിലാണെങ്കിലും ഞങ്ങൾക്ക് ഒരു 4 മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ. ഭഗവാന് തൊട്ടടുത്തൊക്കെ നിന്ന് തൊഴാൻ പറ്റി. വളരെ സന്തോഷമായിട്ട് പോയി വന്നു. പിന്നെ ശാരീരിക ബുദ്ധിമുട്ടുകളോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളോ ഉണ്ടായില്ല. കൊച്ചിനാണേലും ചെറിയ ജലദോഷമൊക്കെ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ എല്ലാവരും തിരിച്ചു വന്നു. ഞങ്ങൾ ഇന്നലെ പാല് പോളിയോൻ്റെ എടുത്ത് മാർക്ക് ചെയ്തത് കാണിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വെളുപ്പിനെ 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ അമ്പലത്തിലേക്കൊക്കെ ഒന്നും അലൗഡ് അല്ല. ഫോൺ ഇത്രയും വലിയ ക്ഷേത്രങ്ങളാകുമ്പോൾ അതിനെയൊക്കെ ഒരു ഇതാക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അധികം വീഡിയോ ഒന്നും ഇങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റുന്ന വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. അപ്പം അത്യാവശ്യം കുറച്ച് വീഡിയോസേ ഉള്ളപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ തിരുപ്പതിയുടെ അങ്ങോട്ടൊന്നും നമുക്ക് ഒരു കാരണവശാലും ഫോണൊന്നും കൊണ്ടുപോകാനേ പറ്റില്ല. ഒരു സ്ഥലത്തും എല്ലാ ക്ഷേത്രങ്ങൾക്കും ഭയങ്കര പ്രൊട്ടക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഞങ്ങൾ 28-ാം തീയതി ആയിരുന്നല്ലോ പൾസ് പോളിയോ. അപ്പോൾ അന്ന് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ തൃപ്പൂണിത്തുറയിൽ കൊണ്ടുപോയി പോളിയോ കൊടുത്തു ഇന്ന്. അപ്പോൾ പാലുവിനെ സ്കൂളിലേക്ക് ആക്കണം അല്ലേ? പാലു പോളിയോ കുടിച്ചാ? യൂണിഫോം ഇതാണ് പാലുവിന്റെ ബുധനാഴ്ചത്തെ യൂണിഫോം. നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം പാലുവിനും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇത്തിരി ജലദോഷമുണ്ട്, അത്ര തന്നെ. വേറെ നല്ല കൈ കാണിക്കുക പാലു. ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. സന്തോഷമായി യാത്ര പോയി തിരിച്ചു വന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ സ്വപ്നത്തിൽ പോലും നനയ്ക്കാത്തതാണ് ഇപ്പം എനിക്ക് അവിടെ പോകാൻ പറ്റുമെന്ന്. എല്ലാവരും പോയി എന്ന് കേൾക്കുമ്പോഴൊക്കെ ഞാൻ ഓർക്കും ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ പാലു ചെറുതായ കാരണം ഇനി ഇപ്പോഴൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അവിടെ പോയാൽ തന്നെ 2-3 ദിവസമൊക്കെ ചിലപ്പോൾ ക്യൂവിൽ നിൽക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് നടക്കുമെന്നൊന്നും ഞാൻ നനച്ചില്ല. പെട്ടെന്ന് എന്താ പറയുക, അങ്ങനെ ഒരു സാഹചര്യം ഒത്തുവന്ന് അതുകൊണ്ട് പോയി. അവിടെ ചെന്നിട്ടാണെങ്കിലും ഈശ്വരൻ ഒരു 3-4 മണിക്കൂർ ഒക്കെ ക്യൂ നിൽക്കേണ്ടി വന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് നന്നായി തൊഴാൻ പറ്റി. ചേട്ടൻ തലേ ദിവസം കയറി ദർശനം ചെയ്തായിരുന്നു. അപ്പോൾ ചേട്ടൻ രാത്രിയിൽ ചെയ്തു. ചേട്ടനും നല്ല അടുത്ത് തൊഴാനൊക്കെ പറ്റിയല്ലേ? നല്ല അനുഭവമല്ലായിരുന്നു. ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു. ഞാനന്ന് ബ്രഹ്മകുമാരിസിന്റെ രാജസ്ഥാനിലൊക്കെ പോണത് പാലുവിനെ പ്രഗ്നന്റ് ആയിക്കൊണ്ടാണ്, അറിയാതെയാണല്ലോ പോണത്. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എല്ലാവരും തിരുപ്പതി പോകണമെന്ന് പറയുമ്പോൾ ഒക്കെ ഞാൻ ഓർക്കും എനിക്ക് എന്നാ പോകാൻ പറ്റുകയെന്ന്. പക്ഷെ എൻ്റെ ജീവിതത്തിലും എൻ്റെ പാലുക്കുട്ടനെയും കൊണ്ട് പോകാൻ പറ്റുക. അതിനകത്തൊരു വിഷമമുള്ള ആര്യ ഉണ്ടായിരുന്നില്ല. അതൊരു വിഷമമുണ്ട്. പിന്നെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവരും നന്നായിരിക്കട്ടെ, സഹിക്കാൻ പറ്റുന്ന ദുഃഖങ്ങളൊക്കെ ഭഗവാൻ തരാവുള്ള എന്നൊക്കെയാണ് എൻ്റെ പ്രാർത്ഥനകൾ. അപ്പോൾ അതെല്ലാം എല്ലാവർക്കും കുറിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എന്നും നന്മ മാത്രം വരുത്തട്ടെ. ഒത്തിരി ദുഃഖങ്ങളൊന്നും ഭഗവാൻ തരാതിരിക്കട്ടെ. ആയുസ്സും ആരോഗ്യം എല്ലാവർക്കും തരട്ടെ എന്നൊക്കെയാണ് പ്രാർത്ഥനകൾ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം. ഇല്ലേ ബാലു? നമസ്കാരം. പിന്നെന്താ ബാലുവിന് എന്തെങ്കിലും പറയാനുണ്ടോ? കൊച്ചമ്പാട്ടി പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ട്രെയിനിൽ കയറി അമ്പാട്ടി പോയില്ലേ? തിരുപ്പതിയിലൊക്കെ പോയില്ലേ? സുസി ഉണ്ടായിരുന്നു, ബന്ധു ചേച്ചി ഉണ്ടായിരുന്നു, ഭാഗ്യ ചേച്ചി ഉണ്ടായിരുന്നു, സുസിയുടെ ചേച്ചി ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ പിന്നെന്തായി? സന്തോഷായോ ബാലുവിന്? എല്ലാരും എനിക്ക് എല്ലാരും കാണാൻ ഭംഗിയുള്ളത്. എല്ലാരും കാണാൻ ഭംഗിയുണ്ടെന്ന് ബാലുവിന് സന്തോഷായെന്നാണ് ബാലു ഉദ്ദേശിച്ച് വന്നത്. പറയാനായിട്ട് അത്ര കിട്ടുന്നില്ല. ആണല്ലേ? ട്രെയിനിലൊക്കെ കയറിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അത് എനിക്ക് സൂപ്പർ അടിപൊളി. ആണല്ലേ? അപ്പൊ ശരി.
ഒരു ഐ ലവ് യു പറഞ്ഞേ. അയ്യോ കൂടാ ഐ ലവ് യു, അയ്യോ മിസ് യു, മിസ് യു ബൈ ബൈ. ബൈ ബൈ അമ്മ ഇവരോട് പറഞ്ഞു ബൈ ബൈ എന്ന് പറഞ്ഞേ. ബൈ ബൈ